പബ്ജി നിങ്ങളിത് ആരോടെ കളിക്കാൻ? കുടുംബശ്രീ സ്ക്വാഡ്. തന്നയുടെ പേരത്തെ സ്വഭാവം എടുത്തിരിക്കരുത് കേട്ടല്ലോ. ഷീറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പറി വെട്ടിക്കാൻ മെഷീൻ്റെ അതിന്റെ അടിച്ച് അഴയിൽ ഉറങ്ങാനെടുക്കാൻ. ചെറുതെ നിന്റെ വണ്ടി ഒന്നും ആളെ കേട്ടോ ഈ ചിക്കായിട്ടൊന്ന് കറങ്ങാൻ പോനെ. നിനക്കെന്തായാലും പെണ്ണില്ലല്ലോ. ഇവനൊന്നും ജീവിതത്തിൽ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചിട്ടില്ല. ശരത്തെ നിനക്കൊരു പെണ്ണ് കിട്ടിയിട്ട് ചത്താ മതി എനിക്ക്. അങ്ങനെ നീ ചാവാൻ പോള. ചേട്ടാ ഈ കടയിൽ എല്ലാ ഡയറികളും കൊടുക്കും. ഇന്ന് എന്നെ വിളിച്ച് എല്ലാം പോയാൻ വിൽക്കുകയാണ്. ഇവനാരും വിളിക്കണ്ട. ചേട്ടാ ഈ കടയിൽ എല്ലാ ടെലിവറിക്ക് വേണം. ഹലോ പോലീസ് സ്റ്റേഷനല്ലേ? അതെ. നാളെ എല്ലാ ബീച്ചിലും പാർക്കിലും ബോംബ് പൊട്ടും. ഇതൊരു പെണ്ണ് കിട്ടാത്ത ഭാഗ്യം. പല അധ്യാപകരും എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഞാൻ എപ്പോഴും ഇങ്ങനെ ഇരിക്കുള്ളൂ. എനിക്ക് കാലിന്മേ കാല് എടുത്ത് വെച്ച് ഇരിക്കുന്നത് എന്തോ ഒരു അനാദരവ് പോലെ ഒക്കെ എനിക്ക് തോന്നുന്നു. എന്നെ പൊട്ടനാക്കാണോ? ചിലർ അതെങ്ങനെ ഇരിക്കും, ചിലർ അതിന്റെ ഞാൻ ഇരിക്കുന്ന എനിക്ക് ഒരു സുഹൃത്തിനും വേണ്ടി ഇരിക്കില്ല. കംഫർട്ട് വേറെ ചിലരുടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കുന്നത്. മനുഷ്യ താൻ നമ്മുടെ എണ്ണ എടുത്ത് കുടിച്ചു തീർത്താം. മുഴുവൻ മേടിച്ചു വെച്ചല്ലേ ഉള്ളൂ. ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് തീരുന്നേ? അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബാത്റൂമിൽ ഷാമ്പൂ സംശയിക്കണ്ട, നമ്മുടെ മോൻ ചെയ്ത പരിപാടിയാണ്. അവനെതിരെ എന്നെ ഷാമ്പൂ കൂടെ തലത്തിൽ മുടി ഒഴിഞ്ഞു കൊടുത്തില്ല. തന്തയുടെ അല്ലേ മോൻ. അക്ഷയ നീ തിരക്കിലാണോടാ? പറഞ്ഞ അതെ, ഇന്നലൊരു ചെറിയ ഡോൾ വേണം, പിന്നെ ഐലവ്യൂ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചതേ. അന്ന് എന്റെ ലവറിന് അയച്ച മെസ്സേജാണ്. മാറി വന്നതാണ് കേട്ടോ നിനക്ക്. എനക്കൊന്നും തോന്നല്ലേടാ. നീ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലല്ലോ അല്ലേ? നിനക്ക് അറിഞ്ഞൂടെ തന്നെ, ഞാൻ അതൊക്കെ അപ്പോഴേ കളഞ്ഞില്ലേ തമാശയായിട്ട്. ഓക്കെ ഒരു ഗസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇവർക്ക് ക്ലാസ് എടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് വരെ ആരെങ്കിലും ഒരാൾ ഇരിക്കും. ഇയാളെ പറഞ്ഞത് സിനിമാ മേഖലയിൽ എല്ലാവരായിട്ട് ബന്ധമാണ്. എന്താ സുഖമായിട്ട് അങ്ങനെ പറയണത്? ഞാൻ ആരും വിളിക്കാഞ്ഞിട്ടാണ്. മലയാളത്തിൽ നിന്ന് മമ്മൂട്ടിനെ വിളിച്ചു, മോഹൻലാലിനെ വിളിച്ചു, സുരേഷ് ഗോപിനെ വിളിച്ചു, സുരാജിനെ വിളിച്ചു, ഷാജോണിനെ വിളിച്ചു. ഇത് പോരാഞ്ഞിട്ട് തമിഴിൽ നിന്ന് വിളിച്ചു, ധനുഷിനെ വിളിച്ചു, ഡയറക്ടർ വെങ്കടേഷിനെ വിളിച്ചു, വിജയകാന്തിനെ വിളിച്ചു, ഇനി ഹിന്ദിയിൽ നിന്ന് ഷാരൂഖിനെ അമിതാഭിനെ വിളിച്ചു. എന്താ പറയണവരെ? എന്തെങ്കിലും പറയാൻ ഫോൺ എടുക്കണ്ടേ? സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ. ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാൻ? ആദ്യം കിട്ടിയ പ്രതിഫലം ഓർമ്മയുണ്ടോ? സിനിമയിൽ അഭിനയിച്ചിന് 50 രൂപ, പൈസ 80 രൂപ. ആദ്യം മേടിച്ചതിനെ കുറിച്ച് പറയും, പക്ഷെ ഏറ്റവും ഒടുവിൽ മേടിച്ചതിനെ കുറിച്ച് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബുദ്ധിമുട്ടൊന്നുമില്ല, ഇപ്പൊ അതിന്റെ ഒരു കാര്യമാണ്. ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? തരക്കേടില്ല. AC ഒന്നും ഇല്ലല്ലേ? AC നിന്റെ അമ്മൂമ്മയുടെ ഇവിടുത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ AC കൊണ്ടുപോയിരിക്കുക. നെടുമുടി വേണുവാണെന്ന് തോന്നണം. മടുത്തു. പിന്നെ കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കാണിക്കണമെന്നില്ല, ഞങ്ങൾക്കും മടുത്തു. അത് പ്രണയസൗരഭം വഴിഞ്ഞു. നമ്മൾ ഒരു ചെമ്പ്. കൊട്ടാരം പോലത്തെ ആ വീട്ടിലേക്ക് മീശയും പിരിച്ച അയാൾ വന്നു. ഉഗ്രപ്രതാപിയായ അച്ഛൻ, റാണിയെപ്പോലെ വാഴുന്ന അമ്മ. അയാൾ അലറി, തന്റെ മോളെ എനിക്ക് കെട്ടിച്ചേർന്നോടുന്ന പട്ടി. എന്നാ പറ്റി മോനിച്ച? 2-3 തവണയായിട്ട് ഇത് തന്നെയാണല്ലോ. ഇന്നെന്താ പുതിയൊരു സ്വപ്നം? ഇംഗ്ലീഷ്
തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു കറുത്ത രൂപം എന്നെ കൊല്ലാൻ വരുന്ന പോലെ. ഇത് എന്നെ കൂത്ത എന്റെ കർത്താവേ. ഈ ബിസിനസ് കാശ് കണക്ക് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. എന്തോന്നിട്ട് ഇറക്കണത്? ഇനി വരച്ചാൽ അതിന് ഭൂതം വരും. എടുത്തു വെച്ചിട്ടുള്ള കാശും കൊണ്ടുപോകാം. കുറച്ചെങ്കിലും അറിവും വിദ്യാഭ്യാസം ഉള്ള ഒരാൾക്ക് അപ്പൻ എന്നെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. ഒന്നെങ്കിൽ ഒരു ബിടെക്കുകാരൻ, അല്ലെങ്കിൽ ഒരു IT-കാരൻ. അല്ല, എനിക്കും അതൊക്കെ തന്നെയാണ് ഇഷ്ടം. ഗൾഫിൽ ജോലി, നല്ല ശമ്പളം, പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇയാൾ എന്തോ കാണിക്കുന്നത്? 2 കെട്ട കിട്ടി. അത് പുതിയ ഫോൺ മേടിച്ചപ്പോ പഴയല് ക്യാമറക്ക് ക്ലിയറിറ്റി പോരാ. നീല ഫേസ്ബുക്ക് ശരിയാ. ശരിയാ. സത്യം പറഞ്ഞ ഈ പഞ്ചാര വെച്ച് മടുത്ത് സെറ്റിൽ ആകുമ്പോ റബ്ബറുകാരന്റെ എടുക്കാൻ പറ. ഞാൻ പറഞ്ഞു നാണമായിരിക്കും. ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ നാണം. അഭിപ്രായം വേണ്ട, ഞാൻ മൊബൈലിടും. മോനെ, നീ ഊണ് കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. ഒന്ന് വാ ചേട്ടാ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? എന്താ കറി? മുരിങ്ങക്കയും ചക്കക്കുരുവും തേങ്ങ അരച്ച് വെച്ചാണോ? അല്ല. എന്നാ കഴിക്കാം. ഒന്നുമില്ല. ഒന്നുമില്ലെന്ന്. ബ്രോ, അതെന്റെ നമ്പറാണ്. ഹനിപ്പ ചേട്ടകളൊക്കെ എടുത്തു കിട്ടും. ആട്ടെ, നിങ്ങൾ വല്ലതും കഴിച്ചോ? വേണമെങ്കിൽ ഇത്തിരി കഞ്ഞി കുടിക്കാം. വേണ്ടില്ലായിരുന്നു. വേണമെങ്കിൽ വേണ്ട. നല്ല തേങ്ങാ ചമ്മന്തി ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഇല്ല. എന്നാ കഞ്ഞിത്തിരി കുടിക്കാം. എന്താ? എന്നാ കഞ്ഞിത്തിരി കുടിക്കാന്ന്. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.